നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. മാണിയെ പിടിക്കാൻ CBI വരുമോ? മാണിക്കെതിരായ കേസ് CBIക്ക് വിടണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് ബുധനാഴ്ച. വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ. എല്ലാ ദിവസവും പരാതിക്കാരൻ പുതിയ തെളിവുമായി വരുന്നത് അന്വേഷണം വൈകാൻ കാരണം. ബിജു പുറത്തുവിട്ട സംഭാഷണങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കണമെന്ന ആവശ്യം. മൊഴി നൽകിയ ബാറുടമകളിൽ നിന്ന് വിജിലൻസ് വീണ്ടും തെളിവെടുക്കും. തോൽവിയിൽ പാഠം പഠിച്ച് കോൺഗ്രസ്. സംഘടനാ തിരഞ്ഞെടുപ്പ് 3 ഘട്ടമായി നടത്താൻ കോൺഗ്രസ് തീരുമാനം. രാജ്യവ്യാപകമായി നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ പിന്നീട്. പുതിയ തീരുമാനം തിരഞ്ഞെടുപ്പ് തോൽവികളുടെ പശ്ചാത്തലത്തിൽ. സംഘടന ശക്തിപ്പെടുത്താൻ പ്രാഥമിക അംഗത്വവും സജീവാംഗത്വവും തിരികെ കൊണ്ടുവരും. സജീവാംഗത്വം ലഭിക്കുന്നത് 25 പ്രാഥമിക അംഗങ്ങളെ ചേർക്കുന്നവർക്ക്. അംഗത്വം ഓൺലൈനായും ലഭിക്കും. മാണിയിലും മദ്യത്തിലും തിടുക്കം വേണ്ടെന്ന് മജീദ്. മദ്യനയത്തിൽ സർക്കാർ ആവശ്യമില്ലാത്ത തിടുക്കം കാട്ടിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ്. UDF യോഗത്തിൽ എടുക്കേണ്ട നിലപാടിനെക്കുറിച്ച് ലീഗ് തീരുമാനമെടുത്തിട്ടില്ല. നാദാപുരം കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല. മാണി ധനമന്ത്രിയെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ബാലകൃഷ്ണപിള്ളയുടെ നടപടി മുന്നണിക്ക് ചേർന്നതല്ലെന്നും മജീദ്. സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നതിനോട് യോജിക്കാനാകില്ലെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി. നാദാപുരത്ത് നിരോധനാജ്ഞ. കോഴിക്കോട് നാദാപുരത്ത് സംഘർഷം. CPM പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. 5 പേർക്ക് പരിക്ക്. തൂണേരിയിൽ രാത്രി വൈകിയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് കോടഞ്ചേരി സ്വദേശി ഷിബിൻ. പ്രതിഷേധ സൂചകമായി വടകരയിൽ CPM ഹർത്താൽ. വെട്ടേറ്റത് അഖിൽ, അനീഷ്, വിജീഷ്, ബിനീഷ്, റിജീഷ് എന്നിവർക്ക്. 4 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ കസ്റ്റഡിയിൽ. കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.